പി സായിനാഥന്റെ നീറോഡ് അതിഥികൾ എന്ന ഡോക്യുമെന്ററി വളരെ പ്രസിദ്ധമാണ്. നീറോ ചക്രവർത്തി തടവുകാരെ പൂന്തോട്ടത്തിൽ തൂണിൽ കെട്ടി തീ കൊളുത്തി. ആ വെളിച്ചത്തിൽ വിരുന്ന് നടത്തി. അതിഥികൾ കത്തിക്കരിയുന്ന മാംസത്തിന്റെ വെളിച്ചത്തിന്റെ ഇടയിൽ ചക്രവർത്തിയോടൊപ്പം ഭക്ഷണം കഴിച്ച് ആഹ്ലാദിച്ചു. നീറോഡ് അതിഥികളാകാതെ അരുത് എന്ന് പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അസ്വാഭാവികവും അധികാരത്തിന്റെ ദംശനങ്ങളും ഘനം കൂടുന്ന ഈ നാളുകളിൽ കണ്ണുനീർ തുടയ്ക്കുന്ന അലിവിള കുഞ്ഞാടിന്റെ സ്വപ്നം നമ്മുടെ കരളിൽ ചേർത്ത് വെക്കുവാൻ നമുക്ക് കഴിയുമോ? വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കണ്ണുനീർ തുടയ്ക്കുന്ന അലിവിള കുഞ്ഞാട് വിഭാവന ചെയ്യുന്ന പുതിയ മാനവ സമൂഹത്തിനായുള്ള പ്രത്യാശയാണ് വിശ്വാസ സമൂഹത്തിന് ആവശ്യം. ഈ നോമ്പ് നാളുകൾ കണ്ണുനീരണിഞ്ഞ നയനങ്ങൾ അവന്റെ കരങ്ങളാൽ തുടയ്ക്കപ്പെടുവാനും കണ്ണുനീർ മായ്ക്കുന്ന ദൈവം ഒരുക്കുന്ന വരും മാനവികത നമ്മുടെ പ്രതീക്ഷയാണെന്ന് പറയുവാനും ഇടയായി തീരണം. തണുപ്പുള്ള വിറങ്ങലിക്കുന്ന ക്രിസ്മസ് രാത്രികളിൽ തണുപ്പിനേക്കാൾ ഭയാനകമാണ് വിശന്ന് തണുത്ത് വിറങ്ങലിച്ച് കിടന്നുറങ്ങുന്നതാണ് ഗാസയിലെ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ അലിവിള കുഞ്ഞാട് നയിക്കുന്ന സമൂഹം എൻ്റെ വിശ്വാസത്തിന് അടിത്തറ പാകുന്നു എന്ന് പറയുവാൻ സാധിച്ചു. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നഗരത്തെ പ്രകാശിക്കാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ്. വിശ്വാസ കണ്ണുകൾ നവലോകം ദർശിക്കുവാൻ ഇടയാകട്ടെ. കരുതലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ലോകം പണിയപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. എം കുഞ്ഞാമൻ്റെ വരികൾ പോലെ സാഹോദര്യത്തിൻ്റെ പൊതു ഇടങ്ങളിൽ എൻ്റെയും നിൻ്റെയും കണ്ണുനീർ ചേർത്ത് വെക്കുവാൻ കഴിയുമോ? ഈ നോമ്പ് നാളുകൾ എല്ലാവരെയും അലിവുള്ള കുഞ്ഞാടിനെ ദർശിക്കുവാനും വരും മാനവികതയ്ക്കായി ഒരുങ്ങുവാനും നമുക്കിടയായി തീരട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മ പുതുക്കി പ്രിയപ്പെട്ടവരെ കൂട്ടിമുട്ടുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ അതോടൊപ്പം ഇതിന്റെ സംഘാടകർ ഏറ്റവും അഭികാമ്യമായി പ്രവർത്തിച്ചു. പ്രത്യേകിച്ചും ഈ പരിശുദ്ധ നോമ്പിൻ്റെതായ സമയത്ത് നിങ്ങൾക്ക് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതിൽ ഏറ്റവും സന്തോഷിക്കുകയും നോമ്പ് വിശുദ്ധമായി തീരട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.